എടാ ദിസ് ഈസ് ബിൻ. എടാ ഞാൻ പ്രേമലുവിന് ശേഷം ഗിരീഷ് ഷെഡ്ഡി ഡയറക്റ്റ് ചെയ്യുന്ന നിവിൻ പോളി ചിത്രമായിട്ടുള്ള ബദ്ലഹേം കുടുംബ യൂണിറ്റുണ്ട്. ആദ്യമേ പറയാണ് ഇത് എൻ്റെ ഒപ്പീനിയനാണ്, നമ്മൾ തമ്മിലുള്ള ഒപ്പീനിയനൊക്കെ വ്യത്യാസം വരും, സോ ആ രീതിക്ക് എടുക്കുക. എനിക്ക് ഈ പടം നല്ല രീതിക്ക് എനിക്ക് കണക്ട് ആയി. എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ കഥയാണ്, ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് സ്റ്റോറിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് ഇൻക്ലൂഡിങ് ഞാനടക്കം എന്ന് വെച്ചാൽ ഇത് പലയിടത്തും കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതുപോലത്തുള്ള കഥ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ക്യാരക്ടേഴ്സ് എവിടെയൊക്കെ കേട്ട ഒരു 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 റിലേറ്റബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല രീതിയിൽ എനിക്ക് വർക്കായി ഈ ഒരു പടം. ആ ഒരു എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ്, അതിന്റെ ആ ഒരു നല്ല വശങ്ങൾ, അതിന്റെ കെയോസ്, അങ്ങനെ അങ്ങനെ പെർഫോമൻസ് വൈസ് ആയാലും ലൈക്ക് ഇറ്റ്സ് ഗുഡ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവരുടെ ഒരു ഓണപരിപാടി, ഈ ടീമിന്റെ ഒരു ഓണപരിപാടിയിൽ എന്ന് വെച്ചാൽ ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് എന്ന് പറഞ്ഞാൽ നിവിൻ ഇത് ടൈലർ മെയ്ഡ് റോളാണ്. അതെ, ശരിക്കും ടൈലർ മെയ്ഡ് റോളായിരുന്നു. ബാക്കി എല്ലാവരുടെ പെർഫോമൻസ്, ഇപ്പം മമിത ബൈജു റിയലി ഗുഡ്. സംഗീത്, പിന്നെ മറ്റേ നമ്മളെ പ്രേമലുവിലെ ജസ്റ്റ് കിഡിങ്, ശ്യാം മോഹൻ എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്ന് വെച്ചാൽ സീന് കുറഞ്ഞു പോയോ, വളരെ കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി. ചോദിച്ചു ക്ലൈമാക്സ് ആശം തൂക്കി. ചോ, വൻ വൻ പരിപാടി എന്ന് പറഞ്ഞാൽ എന്ത് കൂട്ടച്ചിരിയായിരുന്നു. എന്ന് വെച്ചാൽ എന്തുവേ നിങ്ങൾ പടച്ചു വിട്ടതോ എന്ന് വെച്ചാൽ കിടില സാധനം അത്. അല്ലാതെ മ്യൂസിക് ആയാലും കോമഡീസ് ആയാലും, കോമഡീസ് ഒക്കെ എല്ലാം എനിക്ക് വർക്കായി. പിന്നെ നമ്മൾ മറ്റേ ആവേശത്തിലെ ഒരു പുള്ളിക്കാരുണ്ടായിരുന്നു വണ്ണമുള്ള, ആ ആ ഒരു മാനും നൈസ്. മറ്റേ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോണ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു, നൈസ് പരിപാടി. എനിക്ക് തോന്നുന്നു ഈ ഒരു കഥ എന്ന് പറയുന്നത് 90s അല്ലെങ്കിൽ ഏർലി 2000-ങ്ങളിലുള്ള പിള്ളേർക്കൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ കണക്ട് ആവുക. ഇന്നത്തെ ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ പ്രേമലു വെച്ച് നോക്കുമ്പോൾ ലൈക്ക് രണ്ടും രണ്ട് തരത്തിൽ വെക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ എന്നാലും അതുപോലത്തെ ഉള്ള കുറെ റിസംബ്ലൻസ് പരിപാടിയൊക്കെ ഉണ്ട്. അതായത് തെക്കും വടക്കും ആയിട്ട് കാർ ഓടിച്ച് കിടക്കുക, ഒരു പാട്ട് ഒരു ട്രിപ്പിലൂടെ കാണിക്കുക, എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറെ കൈൻഡ് ഓഫ് പരിപാടികളൊക്കെ ഉണ്ട്. സോ അത്രേ ഉള്ളൂ ഈ പടത്തിനെ പറ്റി പറയാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ബദൽഹേം കുടുംബ യൂണിറ്റ്.